നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പുതിയ ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് പലവിധത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങളെ വിലയിരുത്തുവാനും അതിനുവേണ്ടി തയ്യാറാകുവാനും വായ്പയ്ക്ക് വേണ്ടി ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കുവാനും യോഗമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് ഓണാഘോഷത്തിന് വേണ്ടി തയ്യാറാകുവാനും യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദ യാത്രകളാവാമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. അമിത വേഗതയുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നു ചേരുവാനോ വ്യക്തിപരമായിട്ട് സാംക്രമിക രോഗങ്ങളെ കൊണ്ടോ ഒരുപക്ഷെ 8-10 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ എന്നാൽ ഈ വരുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിലൊക്കെ തന്നെ ഈ ഏറ്റെടുത്ത ദൗത്യം ചെയ്തു തീർക്കാം എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി ഉടമസ്ഥരുടെ അനുമതിയോടുകൂടി തന്നെ പലപ്പോഴും പല തൊഴിലും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ കണ്ടെത്തുവാനും നിർദ്ദേശങ്ങൾ തേടുവാനും അവസരം ഉണ്ടായിത്തീരും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യവസായം ധ്രുവീകരിച്ചാൽ അല്ലെങ്കിൽ നവീകരിച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി പതുക്കെ കണ്ട് വ്യവസായം വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും വിജ്ഞാനമുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുകയും മേലധികാരികളുടെ നിഷ്കർഷയോടുകൂടിയതായുള്ള പ്രവർത്തന ശൈലിയും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരത്തെ സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. അർത്ഥശൂന്യമായിട്ടുള്ള ബന്ധുമിത്രാദികളുടെ സമീപനത്തിൽ പ്രതികരിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മാസങ്ങളോളമായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ള ഒരു അനുമതിക്ക് അപേക്ഷകൾ നൽകിയിരുന്നു. സകുടുംബം പോവാനായിട്ട് അതിനൊരു അനുമതി ലഭിക്കുവാൻ ഈ മാസത്തിൽ സാധ്യത കാണുന്നുണ്ട്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിന് സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ചില കുടുംബ ചുമതലകളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് നിലവിലുള്ള രാജ്യത്തിൽ ജീവിത ചെലവ് അനുദിനം വർദ്ധിച്ചു വരുന്നത് വഴി മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുവാനും അല്ലെങ്കിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതിക്കും അപേക്ഷകൾ നൽകുവാൻ സാധ്യതയുണ്ട്. ചർച്ചകളിൽ അനുകൂലമാകും വിധത്തിൽ നേട്ടം കൈവരുന്നത് വഴി ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ അനുഭവത്തിൽ വന്നു ചേരും. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു. അനുബന്ധമായിട്ടുള്ള ഭൂമി പ്രായേണ ഭേദപ്പെട്ട വിലയ്ക്ക് ലഭിക്കും എന്നറിഞ്ഞതിനാൽ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടാകും. പൗരാണിക ശാസ്ത്രങ്ങളും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്.
ദേഹസംരക്ഷണത്തിന്റെ ഭാഗമായിട്ട്, വ്യായാമത്തിന്റെ ഭാഗമായിട്ട് യോഗ പരിശീലിക്കുവാനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറി ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടുള്ള വ്യാപാര, വിപണന, വിതരണ മേഖലകൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സ്വന്തം ആശയവും മറ്റൊരാളുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാൻ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്ര വേണ്ടി വരുവാനും മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ വെളിച്ചത്തിൽ സമീപഭാവിയിൽ തന്നെ ഉദ്യോഗത്തിൽ മറ്റൊരു തസ്തിക അല്ലെങ്കിൽ ഉയർന്ന പദവി ലഭിക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തുക്കൾ പറയുന്നതിന്റെ നിർദ്ദേശപ്രകാരം ജോലിയോടൊപ്പം അനുബന്ധമായിട്ട് ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ തീരുമാനിക്കും. ഒരുപക്ഷെ സായാഹ്ന വേളകളിലോ ഞായറാഴ്ചകളിലോ ക്ലാസ് എന്നുള്ള നിലയിൽ പഠിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തയ്യാറാകുവാനാണ് യോഗമുള്ളത്. ഒരുപക്ഷെ 6 മാസത്തെ കോഴ്സാണ് എങ്കിൽ പോലും 1 വർഷം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് അനന്ത സാധ്യതകളുള്ള ജോലികൾക്ക് അനുസൃതമായിട്ട് പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യത കാണുന്നുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സമാന ചിന്താഗതിയിലുള്ളവരുമായി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും 15 ദിവസത്തിൻ്റെ ഉള്ളിൽ 30 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വിളവെടുപ്പ് എന്ന സങ്കല്പത്തിൽ ഇതിനനുസരിച്ചുള്ളൊരു പുതിയതായുള്ള സംവിധാനം കൃഷി സമ്പ്രദായം ആയതുകൊണ്ട് സ്വീകരിക്കുവാനും അതിനുവേണ്ടി തയ്യാറാകുവാനും സാധ്യതയുണ്ട്. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ദൃഷ്ടാന്തമായിട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് അനുഭവത്തിൽ വന്നു ചേരുന്നുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ വ്യക്തിപരമായിട്ട് നേട്ടമുണ്ട്. പ്രസ്ഥാനത്തിനും വളരെയധികം അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാൻ യോഗം കാണുന്നതുമുണ്ട്. വിൽപ്പന ഉദ്ദേശത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. അശരണരായവർക്ക് അഭയം നൽകുവാൻ അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പൂർവാർജിത സ്വത്ത് അടുത്ത തലമുറയിലുള്ളവർക്ക് ഭാഗം വെച്ച് നൽകുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും രേഖാപരമായിട്ട് അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ യോഗം കാണുന്നുണ്ട്. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകളും യാത്രകളെല്ലാം തന്നെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുകയും ഇതിനെല്ലാം ഉപരിയായിട്ട് സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ജോലിക്കാർ മറന്നുപോയതായിട്ടുള്ള പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കാനും തന്മൂലം നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് പോലും തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും ദേഹപ്രതിരോധ ശക്തി നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടും ഉത്തേജന മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗാവസരങ്ങൾ വന്നു ചേരുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ 3-4 മാസമായിട്ട് താൽക്കാലികമായിട്ടുള്ള ജോലികളെ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു മാസത്തിൽ തൃപ്തികരമായിട്ടുള്ള സ്ഥാപനത്തിൽ ശമ്പളം സ്വല്പം കുറവാണെങ്കിൽ പോലും പേര് കേട്ട സ്ഥാപനത്തിൽ ഒരു നല്ല തസ്തികയോടുകൂടിയതായിട്ട് ഒരു ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്.
ശ്രമകരമായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. അതായത് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും ഒരു പക്ഷേ ഈ മാസം അബദ്ധമായി തീരുവാൻ സാധ്യത കാണുന്നുണ്ട്. വ്യവസായം ധ്രുവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനിടവരുമെങ്കിൽ പോലും നവീകരിച്ചതുകൊണ്ട് ആനുകാലികമായിട്ടുള്ള പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുവാനും ഉൽപ്പന്നങ്ങൾ മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുവാനുള്ള തീരുമാനത്തിന് യോഗം കാണുന്നുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് എന്ന് മാത്രമല്ല, പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി മേലധികാരികളുടെ മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുവാനും ആനുകൂല്യങ്ങളെല്ലാം തന്നെ ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള തൊഴിൽ മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാൻ യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വന്നു ചേരുന്നുണ്ട്, അവധിയെടുത്ത് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. അതിവർഷത്താൽ കാർഷികമായിട്ടുള്ള മേഖലയിൽ സ്വല്പം നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം അനുവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ജൂലൈ മാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.